സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുന്നു. പരക്കെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് നിന്ന് വീണ്ടും മഴ കനക്കുന്നത്. മഴ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചത്. വടക്കൻ ബംഗാൾ ഉൾക്കടലിലും ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്തിനു മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന് ഫലമായാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഒക്ടോബർ 9 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അതിന് കാരണമാണ്. നാളെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന 3 വടക്കൻ ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണിത്. എന്നാൽ മലപ്പുറത്തിന് പകരം നാളെ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അടുത്ത 5 ദിവസത്തെ മഴ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ നേരത്തെ അറിയിച്ചിരുന്നു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ചയാവട്ടെ മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. അതായത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. നിലവിൽ വടക്കൻ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് കൂടുതലായി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മഴ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലിൽ ജാഗ്രത പാലിക്കണം. തുറസായ സ്ഥലത്ത് പരമാവധി നിൽക്കാതെ വീടുകളിൽ തന്നെ മാറി ശ്രമിക്കണം. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അതിൽ തന്നെ ഇരിക്കുന്നതാണ് ഉചിതം. വീട്ടുപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്.